എന്തിനാക്കണ്ട വീഡിയോ സെറ്റ് മേലെയാ ഹായ് അടിപൊളി ബാത്റൂം അല്ലേ ഓ ഐ ലവ് യു പേടിയാണ് ഫുള്ള് സീനായി ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അഗൈൻ റമദാൻ കരീം. പിന്നെ എല്ലാരും നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നില്ലേ? ഇല്ലേ, ഞാൻ രാവിലെ ഉറങ്ങിയണീച്ച ടൈമിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ചു. പ്രൊഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് മീഷോന്നാണ്. ഇത് പിന്നെ വാൾ സ്റ്റാൻഡ് ഇല്ലേ, അതായത് ഈ ഒരു ഐറ്റം നമ്മൾ വാളില് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതില് ഹാങ്ങിങ് ആയിട്ട് നമ്മൾ ചെടിയൊക്കെ തൂക്കിയിടാം. എന്ത് വേണമെങ്കിലും നമുക്ക് ഹാങ് ചെയ്തിടാം. ഈവൻ ബെല്ലൊക്കെ ഇല്ലേ, അതൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. കോംബോ ആയിട്ടാണ് ഈ പ്രൊഡക്റ്റ് വന്നത്. എനിക്ക് തോന്നുന്നു 200 താഴെയായിട്ടാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. കറക്റ്റ് റേറ്റ് എത്രയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതിന്റെ ഈ ഉപയോഗം എങ്ങനെയെന്ന് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് സൈഡിൽ പിക്ചർ കൊടുക്കുക, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ട്ടോ. ഐറ്റം മാത്രമല്ല, വേറൊരു ഐറ്റം കൂടിയുണ്ട്. അതും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇതാണ് ആ ഒരു ഐറ്റം. ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം എന്റെ വീട്ടില് ഭയങ്കരമായിട്ട് ചെടിനെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. അതായത് എന്റെ ഹസ്ബൻഡ് തന്നെയാണത്. വീടിന്റെ സിറ്റ് ഔട്ടില് ചെടി തട്ടിയിട്ട് നടക്കാൻ വേണ്ടി കഴിയില്ല. ഇത്രയും ചെടി സീറ്റ് ഔട്ടിൽ തന്നെ വെച്ചിട്ടുണ്ടാവും. എനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം പിടിക്കലാണ്. കാരണം ഈ ക്ലീനിങ് ചെയ്യുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. കാരണം ഓരോരോ ചെടി എനിക്ക് എടുത്തു മാറ്റിയിട്ട് വേണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് പ്രഷർ വരും. കുറെ നാളായി ഞാൻ വിചാരിക്കുന്നു അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണമെന്ന്. അങ്ങനെ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ടൈമിലാണ് ഇത് എന്റെ കണ്ണിൽ കുടുങ്ങിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ അങ്ങോട്ട് ഓർഡർ ചെയ്തു. എല്ലാം കൂടി ടോട്ടൽ വരുന്നത് ഒരു ഡസനാണ്, അതായത് 12 എണ്ണം. ഇത് ചെടിയൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റാൻഡാണ്. കൂടെ കുറച്ച് ടോപ്സ് വരുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ ഈ സ്റ്റാൻഡിന്റെ 4 സൈഡിലും ഇത് നിർത്താൻ പറ്റിയ ആ കമ്പികളില്ലേ, അതിന് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതായത് ഈ ഒരു ഐറ്റം നമ്മൾ ടൈലാണോ മാർബിൾ ആണോ എവിടെയാണോ നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ സ്ക്രാച്ചസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐറ്റം ഇവിടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ സ്റ്റാൻഡിലേക്ക് ഓരോന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഫുള്ള് സെറ്റ് ആയിട്ടുള്ള ഒരു ഫൈനൽ വീഡിയോ നമുക്ക് കണ്ടാലോ? ഇത് കണ്ടേരം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ക്ലീനിങ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായിട്ട് തോന്നി. പിന്നെ ഇല്ല ഗൈസ്, എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ബട്ടണും കൂടി അമർത്തി കഴിഞ്ഞാലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ. വിചാരിക്കുന്നുണ്ടാവും ഡോർ ഇപ്പൊ ഓപ്പൺ ആയതേ ഉള്ളൂ, പിന്നെ എവിടെയായി ക്ലോസ് ചെയ്തിട്ട് പോകുന്നല്ലേ. എനിക്ക് ഇന്നൊരു അടിപൊളി ഇഫ്താർ മീറ്റ് ഉണ്ട് ഗൈസ്. അപ്പം അതിന് പെട്ടെന്ന് റെഡി ആയിട്ട് പോകുന്നതാണ്. പെട്ടെന്ന് വെച്ചാൽ ഈവനിങ്ങിലായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഇഫ്താർ മീറ്റ് ആയിരുന്നു. പെട്ടെന്നായിരുന്നു ഇവരെ ഫ്രണ്ടിന്റെ വൈഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, നീ എന്തായാലും ഈ പരിപാടിക്ക് വരണമെന്ന്. കുറെ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ജാടയാന്ന് വിചാരിക്കണ്ട, പോയേക്കാന്ന്. അങ്ങനെ ഞാനും അബ്ദും റെഡി ആയിട്ട് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിപ്പം പടനയിലൂടെയാണ് പോകുന്നത്. അബ്ദു മൊത്തം ഡ്രൈവിങ്ങിനാണ് കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. പക്ഷെ സൈഡിൽ ഇരിക്കുന്ന ഞാൻ മൊത്തം പുറത്തുള്ള കാഴ്ചകളാണ്. അതായത് ഡ്രസ്സിന്റെ ഷോപ്പിലേക്കായിരുന്നു മൊത്തം എന്റെ കണ്ണ് പോയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ഡ്രസ്സിന്റെ ഷോപ്പൊന്നും ഇല്ലെങ്കിലും ഡ്രസ്സിന്റെ ഷോപ്പിലൊക്കെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ട ഡ്രസ്സൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതായത് ഇവര് ഡിസ്പ്ലേയിൽ വെച്ച ഡ്രസ്സൊന്നും എനിക്ക് വലിയ ഇഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. എന്ന് വെച്ചാല് ഒക്കെ പഴയ മോഡൽ ഡ്രസ്സായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് കണ്ട ഡ്രസ്സ് തന്നെ വെറൈറ്റി ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ പോകുന്ന ടൈമില് നമ്മളെ മിംസിന്ന് 2 പിസ്സ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് 2 ഫ്ലേവർ ആയിട്ടുള്ള പിസ്സ. അവിടുത്തെ ബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പിസ്സ. അതിന്റെ മുമ്പേ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് പിസ്സ കിട്ടി, അല്ലെങ്കിൽ കുറച്ച് ടൈം അവിടെ പോസ്റ്റ് ചെയ്യേണ്ടി വന്നേനെ. നമ്മൾ നേരെ വിട്ടത് പയ്യങ്കിലുള്ള മന്തി ഹബിലേക്കാണ്. കാരണം ഇവിടെ നേരത്തെ ഇവര് കുറച്ച് മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടി എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു.
വിചാരിച്ചു. ചിക്കൻ മന്തി, ബീഫ് മന്തി, അൽഫാം മന്തി, അങ്ങനെ കുറച്ച് ഐറ്റംസ് മന്തികൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ടിയിലേക്ക്. മന്തികളൊക്കെ ഡിക്കിയിലാക്കിയിട്ട് നമ്മൾ നേരെ അവിടുന്ന് മടങ്ങി. നമ്മള് വീട്ടിൽ നിന്ന് കുറച്ച് പോവാനുണ്ട് അബ്ദുന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക്. അതുകൊണ്ടാണ് നമ്മൾ പോന്ന വഴിക്കന്നെ മന്തിയും വാങ്ങിയത്. അല്ലെങ്കിൽ അബ്ദുവിന് റിട്ടേൺ വരേണ്ട വരും ഇത് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇവയിൽ തന്നെ പോവാന്ന് വിചാരിച്ചു. അപ്പുറത്തെ പോകുന്ന ടൈമിൽ ഗേറ്റ് ആട്ടം ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നോമ്പ് മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തൂല. അവിടുത്തെ ഗേറ്റ് ക്ലോസ് ആയി കഴിഞ്ഞാൽ കുറെ ടൈം എടുക്കും അതൊന്ന് ഓപ്പൺ ആകാൻ വേണ്ടിയിട്ട്. കണ്ടോ ഗൈസ്, ഇത് ജംഗ്ഷനാണ്. നമ്മള് പിന്നെ പോന്ന ആ റോട്ടിന്റെ സെന്ററിലായിട്ടാണ് ബസ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. ആൾക്കാരെ കയറ്റിക്കൊണ്ടിരിക്കുക. ഒരു ബസ് കാരണം മൊത്തം ബ്ലോക്ക് ആയി പോയി അവിടെ. അങ്ങനെ ഫൈനലി ഇഫ്താർ നടക്കുന്ന ഇവരെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് നമ്മൾ എത്തി ഗൈസ്. ഇവരെ ഫ്രണ്ടിന്റെ വീട് ഫ്രണ്ട് സൈഡിലേ കയറിയിട്ടില്ല, കാരണം മന്തിയൊക്കെ ഡിക്കിയിലുണ്ടല്ലോ, ബാക്കിലേ കൊടുക്കാന്ന് വിചാരിച്ചു. ഇതിന്റെ ഫ്രണ്ട് സൈഡിലാണ് ഇഫ്താറിനുള്ള ഫുൾ സെറ്റപ്പ് ആക്കുന്നത്. അപ്പം ഇതൊക്കെ ഇവരെ ഫ്രണ്ട്സ് ആണ്. ഇവരൊക്കെ തന്നെയാണ് ഫുൾ ചെയ്തെടുക്കുന്നത്. ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പേ മൊത്തത്തിലൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുകയെന്ന്. ജ്യൂസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും സ്നാക്സ് ആയാലും എല്ലാം ഇവര് തന്നെയാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അടക്കമുള്ള അവിടെയുള്ള ഒരു പെണ്ണുങ്ങൾക്കും ഒരു പണിയും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് കയ്യും കയറ്റി ഇതായത് ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി. മൊത്തം ടാബിള് സെറ്റ് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ അങ്ങനെ ബാങ്ക് കൊടുത്തു. ഡേറ്റ്സും വെള്ളവും കൊണ്ട് നോമ്പ് മുറിച്ചു ഗൈസ്. പിന്നെ ആസ് യൂഷ്വൽ നാരങ്ങ വെള്ളം, പിന്നെ വത്തക്ക ജ്യൂസ്, പിന്നെ ഇതില്ലേ മറ്റേ സീതാഫലിന്റെ പൾപ്പ് ജ്യൂസ് അടിച്ചതാണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഇത് പാർസൽ വാങ്ങിയതാണ്. പിന്നെയാണ് എന്നോട് അബ്ദു പറഞ്ഞത് ഇത് ഇവിടുന്ന് അടിച്ചതാണ് ജ്യൂസ് എന്ന്. പിന്നെ അപ്പങ്ങളൊക്കെ കഴിച്ചു. വയറൊക്കെ നല്ല പോലെ ഫില്ലായി. കുറച്ച് സമയം നടക്കാന്ന് വിചാരിച്ചു. അതായത് വീഡിയോ എടുത്ത് നടക്കാന്ന്. മൊത്തത്തിലുള്ള പുറത്തെ വീഡിയോ ഒക്കെ ഞാൻ എടുക്കുകയെന്ന്. അപ്പോഴാണ് എന്റെ ബാക്കിലേക്ക് ഒരു കുട്ടി വ്ളോഗർ വന്നത്. പിന്നെ ഓനായി മൊത്തത്തിൽ വ്ളോഗ് ചെയ്യുന്നത്. കുട്ടിയുള്ള വീഡിയോ മൊത്തം ഇവനായിരിക്കും കൈകാര്യം ചെയ്തത്. കാരണം ഗൈസ് നിങ്ങൾക്ക് ഇവന് മൊത്തത്തിൽ പരിചയപ്പെടുത്തി തരും ഈ വീട്. ശരി. യൂട്യൂബിലുണ്ടോ? എന്ത് ചാനലിന്റെ പേര്? അങ്ങനെ ഹൗസ് വാമിങ്ങിന്റെ ഈ ബേബി ആരാന്ന് വെച്ചാല് ഇവനാണ് അബ്ദുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോന്. അതായത് ഈ വീടിന്റെ ഓണർ. എന്തെന്നാക്കണ്ട വീഡിയോ സെറ്റ് മേലെയാ നിസ്കരിച്ചിട്ടില്ല. നിസ്കരിക്കുന്ന തിരക്കിലായിരുന്നു. പിന്നെ എല്ലാരും നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നിസ്കരിക്കാന്ന് വിചാരിച്ചു. കാരണം അപ്പോഴേ നിസ്കാരക്കുപ്പായം ഫ്രീ ആയിട്ട് കിട്ടൂ. ടെഡി ബെയറിന് കാണിച്ചു. ഹായ്, അടിപൊളി ബാത്റൂം അല്ലേ? ഓ ഇതാര റൂമ്? സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ വീട് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതല്ല. പിന്നെ ഇവന്റെ ഇൻട്രസ്റ്റ് കണ്ടുകൊണ്ട് എനക്കും പിന്നെ ഇൻട്രസ്റ്റ് ആയി. അപ്പൊ ഇവനായിരുന്നു എന്റെ മോട്ടിവേഷൻ ഈ വീട് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്. ഇതാര റൂമ്? എല്ലാം ഗസ്റ്റ് റൂം തന്നെ. അപ്പൊ നിങ്ങൾക്ക് റൂമില്ലേ? ആ
ഇതാരി അറബി ഇതിങ്ങനെ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഇല്ല അല്ലേ? ആ ഇതാണ് നമ്മള് താഴെന്ന് കാണുന്ന വ്യൂ അല്ലേ? ആ ഇവിടുന്നാ നമ്മള് നോമ്പ് മുറിച്ചത് ഗൈസ്. ഇവിടെ ടി വി വെക്കാനാക്കിയതായിരിക്കും അല്ലേ? ടി വി യൂണിറ്റ്. ടി വി ഇല്ലല്ലോ. ടി വി സെറ്റ് ആക്കണം അല്ലേ? ആ ആ ഇവിടെ മൊത്തം സോഫ ആയിരിക്കും. ഗെയിമിംഗ് റൂം ആക്കാനാ? നീ കളിക്കലില്ല ഗെയിം? ഇതാണ് ഗൈസ് നമ്മള് നോമ്പ് തുറന്ന സ്ഥലം. താഴെ ഗ്ലാസ് അല്ലേ? അടിപൊളി വീട്. ഇതാരെ വീട്? ആര്? നിന്റെ വീടാ? നിന്റെ പേരൊന്ന് പറയോ? ഇതാണ് ഡൈനിങ്ങിന്റെ ഏരിയ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം നോമ്പ് തുറക്കൽ പരിപാടിയിലേക്ക് കടക്കാൻ പോവാണ് ഗൈസ്. ഇരിക്കുന്നതിന്റെ മുമ്പേ കുറച്ച് പടക്കങ്ങള് പൊട്ടിച്ചിട്ട് എന്റർടൈൻമെന്റ് ആക്കാന്ന് വിചാരിച്ചു. അതായത് ശബ്ദമുള്ള പടക്കങ്ങളല്ല, ഇത് മറ്റേ പൂക്കുറ്റി, സ്പിന്നർ, പിന്നെ മറ്റേ കമ്പിത്തിരി, അങ്ങനത്തെ ഐറ്റംസ് ആയിട്ടുള്ള പടക്കങ്ങളാണ്. ഓൾറെഡി പടക്കത്തിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവൻ വിചാരിച്ച് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല എന്ന്. അപ്പൊ എന്നോട് പറയായിരുന്നു, നീ നിന്റെ യൂട്യൂബിൽ ഇതൊക്കെ കാണിക്കുക. ഞാൻ പറഞ്ഞു ഓൾറെഡി ഞങ്ങള് വീഡിയോ ഒക്കെ എടുത്തു. എന്നോട് സായി ഓടി വന്നിട്ട് പറഞ്ഞു, അതാ പുറത്തുനിന്ന് പടക്കം പൊട്ടിക്കുന്നുണ്ട്, നീ വന്നിട്ട് നിന്റെ യൂട്യൂബ് ചാനലിൽ ഇട്, വീഡിയോ എടുക്കുന്ന. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ിലെ അവരാടുന്ന് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന ടൈമില് ഇവിടെ സിറ്റ് ഔട്ടിൽ ഒരുപാട് പേര് കാണികളായിട്ടുണ്ടായിരുന്നു. കുറേ സമയം അതിനോടൊക്കെ കളിച്ച് പിന്നെ ആണുങ്ങള് ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പിന്നെ അവര് ഫുഡ് കഴിക്കുന്നത് വരെ നമ്മളൊക്കെ കുറച്ച് റെസ്റ്റ് എടുത്തു. ഈ ഒരു ദിവസം തന്നെയായിരുന്നു ഇവരെ കസിന്റെ ബർത്ത്ഡേ വരുന്നത്. അങ്ങനെ കേക്കൊക്കെ സർപ്രൈസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് വന്ന് അത് മുറിക്കാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തിട്ടില്ല, കേക്ക് പുറത്തുനിന്നാണ് കട്ട് ചെയ്തത്. അങ്ങനെ പുറത്തുനിന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന ഒരു തിരക്കിലായിരുന്നു പിന്നെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സീനാണ് നിങ്ങളിപ്പോ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ നമ്മളെ ഊഴത്തിലേക്ക് കടന്നു. അതായത് ഫുഡിന്റെ സെക്ഷനിലേക്ക്. ഫുഡ് കഴിക്കുന്ന ടൈമില് ഉള്ളില് ഇതുവൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിന്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് കഴിക്കാനുണ്ടായ ഐറ്റംസ് ഒക്കെ. മന്തി, പിന്നെ പത്തിരി, മീൻകറി, അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് മന്തി എടുത്ത് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ എടുത്തത് അൽഫാം മന്തി ആയിരുന്നു. എനിക്ക് മന്തിയോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഗൈസ്. തോന്നുന്നു റമദാൻ മാസം തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റാണ് ഇത്. ഇത് നമ്മളെ നാട്ടിൽ പോളാന്ന് പറയും. നിങ്ങളെ നാട്ടിൽ എന്താ പറയില്ലെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. ഇതിങ്ങനെ തേങ്ങാപ്പാലിൽ ഒഴിച്ചിട്ട്
കഴിക്കാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റ് ആണ് ഗൈസ്. ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സാധനം. പക്ഷെ നല്ല സോഫ്റ്റ് ആയിരിക്കണം. മാഷാ അല്ലാ എല്ലാരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയെന്ന്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കരമായിട്ടുള്ള ഒരു മെമ്മറബിൾ ഡേ ആയിരുന്നു ഇത്. ഞാൻ അന്ന് ഉറങ്ങിയിരിക്കുന്ന ടൈമിൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ഇത്രയും ആൾക്കാരെ കൂടെ ഇരുന്നിട്ടായിരിക്കും നോമ്പ് മുറിക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പടച്ചോനല്ലാതെ നമ്മുടെ ലൈഫ് വേറെ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. കാരണം നിമിഷങ്ങൾ കൊണ്ട് എന്താ സംഭവിക്കാന്ന് പടച്ചോന് മാത്രമേ അറിയൂ. അൽഹംദുലില്ലാഹ് പടച്ചോനെ സ്തുതിക്കുന്നത്. കാരണം എന്റെ ഈ ഒരു ഡേ ഇത്രയും അടിപൊളിയാക്കി തന്നതില് പിന്നെ അബ്ദുവിന്റെ ഫ്രണ്ടിന്റെ ഫാമിലിയോട് ഒരുപാട് സ്നേഹം മാത്രം. എന്താണെന്നറിയില്ല ഗൈസ്, ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് നമ്മള് നേരെ നമ്മളെ വീട്ടിലേക്ക് മടങ്ങി. ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.